ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സുഹൃത്ത്, യൂട്യൂബ് കണ്ടിട്ടുള്ളൊരു സുഹൃത്താണ്. എനിക്ക് അതിനു മുൻപ് പരിചയമില്ല. അങ്ങനെ ഒരു 2 വാച്ചുകൾ എനിക്ക് അയച്ചു തന്നു. ഈ വാച്ചുകളുടെ പുറകിലൊരു അങ്ങേർക്കൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങേരുടെ അളിയൻ, അത് വൈഫിൻ്റെ ജ്യേഷ്ഠൻ, അങ്ങേർക്ക് ഭാര്യയ്ക്കും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത വാച്ചുകളാണ്. 90കളുടെ ഗൾഫ് ഭൂമിയിലാണ് നമ്മളൊക്കെ കോട്സ് വാച്ചുകളെ കുറിച്ച് അറിയുന്നത്. പ്രത്യേകിച്ച് സിറ്റിസൺ കോട്സ് വാച്ചുകളൊക്കെ അന്ന് തരംഗമായിരുന്നു, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നവരൊക്കെ കൊടുത്തിട്ട്. ഈ വാച്ചുകളുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ വാച്ച് അങ്ങേർക്ക് കൊടുത്ത ആള് ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനത് ഈ വാച്ച് ഗിഫ്റ്റ് ചെയ്ത ആളുടെ ഓർമ്മ കൂടിയാണ്. 34 വർഷം മുമ്പ് അങ്ങേർക്ക് കിട്ടിയ വാച്ചാണിത്. കുറേ കാലം അങ്ങനത് ബാറ്ററിയൊക്കെ മാറ്റി കറക്റ്റായി യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി ഇങ്ങനെ ഈ വാച്ച് വെറുതെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ വാച്ചൊന്ന് അഴിച്ചു നോക്കാം. ഇത് മിയോട്ട 6031 എന്നുള്ള മൂവ്മെൻ്റാണ്. പല ബ്രാൻഡുകളും ഉപയോഗിക്കുന്നൊരു മൂവ്മെൻ്റാണ്. വളരെ മോശം അല്ലാത്തൊരു മൂവ്മെൻ്റാണിത്. ഡ്യൂറബിളാണ്. ബാറ്ററി അഴിച്ചു വെക്കാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ വാച്ചിനുണ്ട്. നമ്മളെപ്പോഴും വാച്ച് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കോട്സ് വാച്ചുകൾ ബാറ്ററി റിമൂവ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ബാറ്ററി ലീക്കായിട്ട് അതിൻ്റെ ലിക്വിഡ് ഇതിൻ്റെ PCBയിലൊക്കെ കയറി കഴിഞ്ഞാൽ വാച്ചിന് നല്ല കംപ്ലൈൻറ്റ് വരും. ഇതിപ്പോൾ ബാറ്ററി ലീക്കായതിൻ്റെ, അതുപോലെ തന്നെ ഈർപ്പം നന്നായി വരുന്നൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നന്നായി ഈർപ്പം കയറിയിട്ടുണ്ട് വാച്ചിൽ. PCB സർക്യൂട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ കാണുന്ന ഹോളിലൊരു ലോക്ക് വരുന്നുണ്ട്. അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മ് റിലീസാവും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ലോക്ക് പൊട്ടിപ്പോകും. ഗൾഫ് വാച്ചുകൾ പലർക്കും വാച്ച് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ബന്ധുക്കളെക്കുറിച്ചോ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും. പലരും ഈ വാച്ചുകളൊക്കെ നമ്മുടെ കയ്യിൽ റിപ്പയറിന് വരുന്ന സമയത്ത് ഇത് ഈ വാച്ചിൻ്റെ കഥകൾ പറയും. ഇന്ന ആൾ തന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. സീക്കോ 5 സിറ്റീസൺ ഓട്ടോമാറ്റിക്കൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് സിറ്റീസിൻ്റെ കോട്സ് വാച്ചുകളാണ്. പ്രത്യേകിച്ച് ഗോൾഡൻ സ്ട്രാപ്പ്, ഗോൾഡ് കേസുള്ള ഈ ടൈപ്പ് വാച്ചുകളാണ് അധികവും വന്നിട്ടുണ്ടാവുക. വെള്ളം ഇറങ്ങി തുരുമ്പ് പിടിച്ചത് കാരണം കൊണ്ടാണ് ഇത് ഇത്ര ടൈറ്റായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ബെഡൊക്കെ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി വരേണ്ടതാണ്. ഇത് എവിടെയൊക്കെ പിടിക്കുന്നുണ്ട് വീലുകളൊക്കെ. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ വീലുകൾ പൊട്ടിപ്പോകും. വീലുകളും അതിൻ്റെ ബെഡും ഒക്കെ ഒരുമിച്ചിട്ട് ആ ബെഡിനോടൊപ്പം വന്നിരിക്കുകയാണ്. നമുക്ക് ശരിക്കും വെള്ളം പെട്ടതിൻ്റെയും ബാറ്ററി ലീക്കായതിൻ്റെയും പ്രോബ്ലമാണ് ആ ബോർഡ് ഇങ്ങനെ ആയിട്ടുള്ളത്. പക്ഷെ വീലുകൾ പൊട്ടിയിട്ടില്ല, ടിപ്പൊന്നും. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കീ അസംബ്ലിയാണിത്. കീ അസംബ്ലിയുടെ സെറ്റ് ലോക്കുകളൊക്കെ. അതിനൊന്നും പറ്റിയിട്ടില്ല. വെള്ളത്തിൻ്റെയും ബാറ്ററി ലീക്ക് ചെയ്തതിൻ്റെയും പ്രശ്നമൊക്കെ കാര്യമായി ബാധിച്ചിട്ടുള്ളത് PCBക്കും ടോപ്പ് ബെഡിനുമാണ്. ഈ ഭാഗത്ത് അത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഇതൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഇതിലാണ് നമ്മൾ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടിട്ട് ക്ലീൻ ചെയ്യുക. വാച്ചിൻ്റെ ബെഡ്, PCB മുതലായ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ആദ്യത്തെ ഘട്ടം ഇതിലിട്ടിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ അത്യാവശ്യമുള്ള പാച്ചുകളും പിടിച്ച കറകളൊക്കെ പോകും. അതിന് ശേഷം നമ്മൾ വൈറ്റ് പെട്രോൾ ഇട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കും. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത പാർട്സാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മിനിറ്റ് സൂചി നിൽക്കുന്ന വീല്. ഈ ബാറിനകത്താണ് സ്റ്റെപ്പർ മോട്ടർ നിൽക്കുക. അതിൻ്റെ ഹോള് കാണാം. ഫൈബർ ടോപ്പ് കോയിലാണിത്. കോയിലിന് കംപ്ലൈൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. ഇതിന് മെയിനായിട്ടുള്ള പ്രശ്നം വന്നത് അതിൻ്റെ PCBക്കാണ്. PCB മാറ്റിയിടേണ്ടി വരും, കാരണം അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മിനിറ്റ് വീലും സെൻട്രൽ സെക്കൻഡ് വീലും ഒഴികെ ബാക്കി എല്ലാം പ്ലാസ്റ്റിക് വീലാണ്. ആ പ്ലാസ്റ്റിക് വീൽ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം കാര്യമായിട്ട് അതിനെ ബാധിച്ചിട്ടില്ല. വീലുകളൊക്കെ ടീത്തൊക്കെ നന്നായി നിൽക്കുന്നുണ്ട്. സെൻട്രൽ സെക്കൻഡ് വീല് മാത്രം കറ പിടിച്ചിരുന്നു. ക്ലീൻ ചെയ്തപ്പോൾ അത് ശരിയായി, വർക്ക് ചെയ്യുന്ന തരത്തിലായിട്ടുണ്ട്. ഇതാണ് PCB. ഇത് നമ്മുടെ കയ്യിൽ സ്പെയർ ഉണ്ടായിരുന്ന ഒരു PCB എടുത്തിട്ടതാണ്. ഇതിന് ടോപ്പിൽ ഒരൊറ്റ ബെഡേ വരുള്ളൂ. എല്ലാത്തിനും ചേർത്തിട്ട് ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ വീല് ഒടിഞ്ഞു പോകും. SR621 ആണ് ഇതിൻ്റെ ബാറ്ററി. ഡയലിൽ കുറച്ച് പാച്ചുകളുണ്ട്. ഒറിജിനൽ ഡയൽ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ആ ഡയൽ തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്തായാലും വാച്ച് ശരിയായി കിട്ടിയെന്ന് അറിയിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി.
ഒരു ലേഡീസ് വാച്ചിന് കുറച്ച് പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു വീല് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിൻ്റെ പാർട്സ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങേർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. സിറ്റിസൺ അല്ലാതെ വെസ്റ്റാർ, സ്വിസ്റ്റാർ, അക്യുറേറ്റ് ഇങ്ങനെ പല വാച്ചുകളും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, കൂടുതൽ സിറ്റിസൺ ആണെങ്കിലും. അപ്പോൾ ഇതുപോലെ വാച്ചുകൾ ആരെങ്കിലും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നവരോ കിട്ടിയവരൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, തന്നവരെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഒരു സന്തോഷമായിരിക്കുമല്ലോ കുറേ വർഷങ്ങൾക്ക് ശേഷം. ഞാനും ഈ വാച്ച് കിട്ടിയതിന് ശേഷം നമ്മുടെ കളക്ഷനിൽ നോക്കിയപ്പോൾ കുറച്ചധികം വാച്ചുകൾ ഉള്ളതൊക്കെ തിരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒക്കെ ഈ ഗൾഫ് റിലേറ്റഡ് ആയിട്ടുള്ള വാച്ചുകളാണ്. ഞാൻ പല സമയത്ത് വാങ്ങിച്ച് കൂട്ടിയ വാച്ചുകളാണ്. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ വാച്ചിൻ്റെ റിപ്പയറിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളും സജഷൻസും തരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ പുതുവർഷം എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ. വാച്ചുകളെ സ്നേഹിക്കുന്നവർക്കൊക്കെ വാച്ചുകൾ കളക്ട് ചെയ്യാനും വാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഈ വർഷം ഉപകരിക്കട്ടെ. ബി ഹാപ്പി ഓൾവേസ്.